അത്യുന്നതനും കാരുണ്യവാനുമായ ത്രിയേക സ്തുതി. അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് കാണാം. നമ്മളിപ്പോഴും ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നു. നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2-ാം അധ്യായം CCC 424 പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ പ്രേരിതരായി പിതാവിനാൽ ആകൃഷ്ടരായി നമ്മൾ യേശുവിൽ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. യൂദാസിന്റെ ലേഖനം 20-ാം വചനം പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുവാനാണ് ഈശോ നമ്മോട് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 17-ാം തിരുവചനത്തിലെ പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നു, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും, വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. തുടർന്ന് പറയുന്നു, ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. അഗസ്തീനോസ് നമ്മോട് പറയുന്നത്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ലെന്നാണ്. നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാനും കൽപ്പനകൾ അനുസരിക്കാനും ദൈവത്തോട് ചേർന്ന് ഹൃദയപരമാർത്ഥത്തോടെ ജീവിക്കുന്നതിനും ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൽ നമുക്ക് അഭയം പ്രാപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് 1903 വരെ 25 വർഷം തിരുസഭയെ നയിച്ച ലിയോ 13-ാമൻ പാപ്പ ആഹ്വാനം ചെയ്യുകയും സഭയിൽ ആദ്യമായി പരിശുദ്ധാത്മാവുള്ള നൊവേന പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമുക്ക് വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിലെ ആധുനികമായ ജീവിത രീതിയിലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ നമുക്ക് അത്യാവശ്യമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നു, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പാപമോചനം നേടുവാനും കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാന, ജീവന്റെ അപ്പം യോഗ്യതയോടെ സ്വീകരിച്ച് നിത്യജീവൻ അവകാശം നേടുന്നതിനും ഉള്ള ഭാഗ്യം കത്തോലിക്ക സഭ നമ്മുടെ ഇടവക സംവിധാനങ്ങളിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം സത്യസന്ധതയോടെ നമ്മൾ നയിക്കുന്നുണ്ടോ എന്ന്, പരിശുദ്ധാത്മാവിന് കൃപ നമ്മൾ ഉണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്തിരിക്കുന്ന കാലഘട്ടമാണിത്. ഞാനിവിടെ കണ്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ദീപബലിയിൽ പങ്കെടുക്കാൻ വരുന്ന ഇവിടുത്തുകാരായ വെള്ളക്കാര ആളുകളൊക്കെ അനേകം പേര് വരും. പല കുഞ്ഞുങ്ങളും കുട്ടികളും യുവജനങ്ങളും ഒക്കെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത മുതിർന്ന ആൾക്കാർക്കെല്ലാം നമ്മളെക്കാൾ വലിയ വിശ്വാസമാണ്. ഏകാഗ്രതയോടുകൂടി അവർ വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ ആരാധനയിൽ ചാപ്പലിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിരിക്കുന്നത് കാണാം. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാടുകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു ഇതിന് വ്യത്യസ്തമായിട്ട് ഞാൻ കാണുന്നത്, ഇവിടെയുള്ള എല്ലാവരും തന്നെ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് കുർബാന സ്വീകരിക്കുന്ന സമയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ലൈനായിട്ട് നിൽക്കുന്നു. എന്നാൽ കുമ്പസാരിക്കാൻ പറ്റാത്തവരും ഒരുക്കത്തോടെ അല്ലാത്തവരുമായ ആളുകളെ
പുരോഹിതന് മുമ്പിൽ ചെന്ന് കൈകൾ നെഞ്ചിൽ വെച്ച് കുമ്പിട്ട് നിൽക്കുന്നത് കാണാം. അച്ഛന്റെ ആശീർവാദം സ്വീകരിച്ചിട്ടാണ് അവർ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് കുർബാന സ്വീകരിക്കുന്നു. ഇവിടെ ഒരാളുടെ ആത്മാർത്ഥത ആണ് ഞാൻ കാണുന്നത്. നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാം. നമുക്കൊരു ആത്മോത്സവം ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഇത്. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, പരിശോധിച്ച് പരീക്ഷിച്ചറിയുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ. സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് ദാഹിക്കാം. പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തെ പറ്റിയും സഭയിൽ നവീകരണം ഉണ്ടായ ചരിത്രവും ഒക്കെ ആദ്യ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദൈവം എന്നെ നയിച്ചതും ഞാൻ അറിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം. ജ്ഞാനികളെ അല്ലല്ലോ കർത്താവെ തിരഞ്ഞെടുക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പ്രചോദനം തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ ചാനൽ പരിചയപ്പെടുത്തണം. അവരുടെ മൊബൈലിലോ യൂട്യൂബ് കിട്ടുന്ന ടി വിയിലോ അഗാപ്പെ 19 എന്ന് ടൈപ്പ് ചെയ്താൽ അവർക്ക് കിട്ടുമെന്ന് അവരോട് പറയണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നമ്മളെ ഇത് മറ്റൊരു ലാഭത്തിന് വേണ്ടിയല്ല, കർത്താവിനെ പ്രകീർത്തിക്കുക, കർത്താവിൻ്റെ കാര്യം, നമ്മൾ കണ്ട കാര്യങ്ങളെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. നമ്മളെ ജ്ഞാനസ്നാനം നൽകുമ്പോൾ പുരോഹിതൻ അവസാനമായി പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീര പ്രേക്ഷിതനാണെന്നാണ്. നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാം, പരസ്പരം പറയാം, ദൈവത്തെ അറിഞ്ഞ് ആ നിത്യജീവനായിട്ട് ജീവിക്കുന്നതിന് നമുക്ക് ദൈവം കൃപ നൽകട്ടെ. പരിശുദ്ധാത്മാവൊന്നും സഹായിക്കട്ടെ. ആമേൻ.